എക്സ്-MLA-മാർക്ക് കഷ്ടകാലം. ഇടുക്കിയിലേക്കാണ് ആദ്യം. മുൻ MLA മാത്യു സ്റ്റീഫൻ ഉൾപ്പെടെ 3 പേർക്കെതിരെ തട്ടിപ്പിനും വഞ്ചനയ്ക്കും കേസ്. ജ്വല്ലറി ഉടമയെ ഭീഷണിപ്പെടുത്തി സ്വർണം തട്ടിയെന്ന പരാതിയിൽ തൊടുപുഴ പോലീസാണ് കേസെടുത്തത്. ജനുവരിയിലാണ് കേസിന് ആസ്പദമായ സംഭവം. തൊടുപുഴയിലെ ജ്വല്ലറിയിൽ നിന്ന് 10 ലക്ഷം രൂപയുടെ സ്വർണം പണം നൽകാതെ വാങ്ങിയെന്നും പണം ആവശ്യപ്പെട്ടപ്പോൾ ഭീഷണിപ്പെടുത്തിയെന്നുമാണ് ജ്വല്ലറി ഉടമയുടെ പരാതി. മാത്യു സ്റ്റീഫൻ, ജിജി, സുബൈർ എന്നിവരെ പ്രതികളാക്കിയാണ് തൊടുപുഴ പോലീസ് കേസെടുത്തത്. പണം ചോദിച്ചപ്പോൾ ജ്വല്ലറി ഉടമയ്ക്കെതിരെ ജിജി പോലീസിൽ പരാതി നൽകുകയും പരാതി പിൻവലിക്കാൻ കൂടുതൽ പണം ആവശ്യപ്പെടുകയും ചെയ്തു. മുക്കുമണ്ടം പണയം വെച്ച് പണം തട്ടിയെന്ന പരാതിയിൽ കോട്ടയം പള്ളിക്കത്തോട് പോലീസ് എടുത്ത കേസിൽ സുബൈർ, ജിജി എന്നിവർ നിലവിൽ റിമാൻഡിലാണ്. ഇവരുടെ പേരിൽ സംസ്ഥാനത്തെ പല സ്റ്റേഷനുകളിലും പരാതികളുണ്ട്. ജനാധിപത്യ സംരക്ഷണ സമിതി എന്ന സംഘടനയിലെ പ്രവർത്തകരാണ് പ്രതികൾ. തട്ടിപ്പിനെ കുറിച്ച് അറിയില്ലെന്നും ജിജിയും സുബൈറും തന്റെ പേര് ദുരുപയോഗം ചെയ്തുവെന്നുമാണ് മാത്യു സ്റ്റീഫന്റെ വിശദീകരണം. ഒരു നിർധന കുടുംബത്തെ സഹായിക്കാൻ നേരത്തെ ഇതേ ജ്വല്ലറിയുമായി താൻ ബന്ധപ്പെട്ടിരുന്നു. അതിന്റെ പണമിടപാട് തീർത്തെന്നും മാത്യു സ്റ്റീഫൻ പറഞ്ഞു. 24 ഇടുക്കി.